സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിനകത്ത് ഇൻഡിവിജ്വലിന് സെക്ഷൽ പെർഫോമൻസിലും സാറ്റിസ്ഫാക്ഷനിലും പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ആൻസൈറ്റി, മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, ഹോർമോണൽ ഇംബാലൻസസ്, മെഡിക്കേഷൻസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്നൊക്കെ വരാം. അതുപോലെ തന്നെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇറക്ഷൻ അച്ചീവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. സെക്ഷൽ ഡിസയർ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഓർഗാസത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഇജാക്കുലേഷൻ പ്രീമച്വർ ആവും. ഇൻ്റർകോഴ്സ് സമയത്ത് പെയിനും ഉണ്ടാവും. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലും ഡിപ്രഷൻ, ആൻസൈറ്റി, അൺറിസോൾവ്ഡ് ട്രോമയൊക്കെ ഇൻക്ലൂഡഡ് ആണ്. മെഡിക്കൽ കണ്ടീഷൻസിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡയബറ്റീസ്, ന്യൂറോളജിക്കൽ ഡിസീസസ് അങ്ങനെയുള്ളവയൊക്കെ വരാം. സോ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സെക്സ് തെറാപ്പി, മെഡിക്കേഷൻ, ഹോർമോൺ തെറാപ്പി, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, എക്സസൈസ് കൊടുക്കുക, ഡ്രഗ്, ആൽക്കഹോളൊക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ കപ്പിൾ തെറാപ്പി, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.